മെയിൻ ബസ് റൂട്ടിൽ നിന്ന് 50 മീറ്റർ മാത്രം മാറി പണിയെടുപ്പിച്ചതിൻ്റെ കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിൻ്റെ വിശേഷമാണ് ഇന്നത്തെ വീഡിയോ. 5,300 സെൻറ്റ് ലാൻഡിൽ 2,400 സ്ക്വയർ ഫീറ്റിൽ 5 ബെഡ്റൂമും 5 അറ്റാച്ച്ഡ് ബാത്റൂം ഉൾപ്പെടുത്തിയാണ് വീടിൻ്റെ ഫ്ലോർ പ്ലാൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ അട്രാക്റ്റീവുള്ള ഒരു ഇൻറ്റീരിയറും അത് മുഴുവൻ തേക്കൂട്ടിൽ തന്നെയാണ് വീടിൻ്റെ ഫുൾ പണി തീർത്തിരിക്കുന്നത്. ഈ കാണുന്ന ഒരു വില്ല പ്രോപ്പർട്ടിയാണ്. ഇതിൻ്റെ സമീപത്തായിട്ട് തന്നെ വേറെ വില്ലാസൊക്കെ പണി കഴിഞ്ഞ് വരുന്നുമുണ്ട്. വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ ലഭ്യമാണ്. സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്ററും ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് 13 കിലോമീറ്റർ ഡിസ്റ്റൻസ് ലൊക്കേഷൻ മാത്രമാണ് വീടിന് വരുന്നത്. തിരുമലയ്ക്ക് സമീപം പിടാരത്ത് എന്നുള്ള സ്ഥലത്താണ് വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത്. നല്ല മനോഹരമായ ഡിസൈനൊക്കെ തന്നെയാണ് വീടിന് നൽകിയിട്ടുള്ളത്. അതുകൂടാതെ തന്നെ സ്പോട്ട് ലൈറ്റൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. അതുകൂടാതെ തന്നെ തേക്കുഡ് വർക്കെല്ലാം തന്നെ കണ്ടംപററി ഡിസൈനിലോട്ട് സിങ്ക് ആയിട്ട് ചെയ്തിട്ടുമുണ്ട്. നമുക്ക് വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലോട്ട് കടക്കാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ഞങ്ങൾ തന്നെ അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. വീടിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ 2,400 സ്ക്വയർ ഫീറ്റിൽ പണിയെടുപ്പിച്ചിരിക്കുന്ന വീടിൻ്റെ ഫ്രണ്ടേജ് മുഴുവനും ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ട്. 3 കാർ വരെ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഒക്കെ തന്നെ ഫ്രണ്ടേജ് നൽകിയിട്ടുണ്ട്. ഒരു സൈഡിലായിട്ട് തന്നെ ഗാർഡൻ പ്രൊവിഷനൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കാണുന്നതാണ് വീടിൻ്റെ സിറ്റൗട്ട്. 10x8 ഡയമെൻഷൻ വരുന്ന ഒരു മനോഹരമായ സിറ്റൗട്ട് തന്നെയാണ് വന്നിട്ടുള്ളത്. സിറ്റൗട്ടിൻ്റെ ഇരു സൈഡിലായിട്ട് തന്നെ സിറ്റിംഗ് ഏരിയ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റിംഗ് ഏരിയയുടെ അടിയിലായിട്ട് തന്നെ ഒരു ഷൂ റാക്കൊക്കെ പണിതിട്ടുണ്ട്. ഒരു ഫോൾ സീലിംഗ് വർക്കൊക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് സിറ്റൗട്ട് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റ് ഒക്കെ തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. സിറ്റൗട്ട് മുഴുവനും വുഡൻ പാനലൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെ മനോഹരമായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് ഡോറ്. ഫ്രണ്ട് ഡോർ മുഴുവനും തേക്കുട്ടിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഫ്രണ്ട് ഡോർ മാത്രമല്ല, വീടിൻ്റെ ഇന്റീരിയറിൽ വരുന്ന സകല തടികളും തേക്കുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായ ഒരു ആർട്ട് വർക്ക് നൽകിക്കൊണ്ട് തന്നെയാണ് ഫ്രണ്ട് ഡോർ ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. സിറ്റൗട്ടിൽ നിന്ന് ഉള്ളിലേക്ക് പ്രവേശിക്കുന്ന നല്ല മനോഹരമായൊരു ലീവിംഗ് ഏരിയയിൽ തന്നെയാണ് 24x15 ഡയമെൻഷൻ വരുന്ന ഒരു ലീവിംഗ് ഏരിയയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. കജേരിയുടെ നല്ല ക്വാളിറ്റി ടൈൽസ് തന്നെയാണ് ലീവിംഗ് ഏരിയയിൽ നൽകിയിട്ടുള്ളത്. വുഡൻ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ലീവിംഗ് ഏരിയ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ ഡെക്കറേഷൻ ആയിട്ട് യൂസ് ചെയ്തിട്ടുമുണ്ട്. ലീവിംഗ് ഏരിയയ്ക്ക് നല്ല ആപ്റ്റ് ആയിട്ട് വരുന്ന ഒരു TV യൂണിറ്റ് ഒക്കെ തന്നെയാണ് തേക്കുഡിൽ പണി കഴിപ്പിച്ച് വെച്ചിരിക്കുന്നത്. ഒരു മിനി ഷെൽഫ് മോഡലൊക്കെ തന്നെ ലെഫ്റ്റ് സൈഡിൽ നൽകിയിട്ടുണ്ട്. TV യൂണിറ്റോട് ചേർന്ന് റൈറ്റ് സൈഡിൽ വരുന്ന ഭാഗം മുഴുവനും വുഡൻ പാനൽ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വീടിന്റെ ഡൈനിങ് ഏരിയയിലോട്ട് മൂവ് ചെയ്യാം. ഡൈനിങ് ഏരിയയിലോട്ട് പോകുന്നതിന് ഇടയ്ക്ക് ഒരു പാർട്ടീഷൻ നൽകിയിട്ടുള്ളതും തേക്കുഡിലാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. 12x10 ഡയമെൻഷൻ വരുന്ന മനോഹരമായ ഡൈനിങ് ഏരിയയാണ് പ്രസന്റ് ചെയ്തിട്ടുള്ളത്. വാഷ് ഏരിയ ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. സെൻസർ ലൈറ്റ് ഒക്കെ ഡൈനിങ് ഏരിയയുടെ വാഷ് ഏരിയയിൽ യൂസ് ചെയ്തിട്ടുണ്ട്. ജാഗോറിന്റെ ഫിറ്റിംഗ്സ് തന്നെയാണ് വാഷ് ഏരിയയ്ക്കായിട്ട് നൽകിയിട്ടുള്ളത്. ഡൈനിങ് ഏരിയ മുഴുവനും ഫോൾ സീലിംഗ് വർക്കാണ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ആയിട്ട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. കൂടാതെ തന്നെ ഒരു ഫാൻസി ലൈറ്റും യൂസ് ചെയ്തിട്ടുണ്ട്. ഡൈനിങ് ഏരിയയുടെ റൈറ്റ് സൈഡിലായിട്ട് തന്നെ ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ തന്നെ വുഡൻ സ്ട്രിപ്പ് ഒക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് വീടിന്റെ കിച്ചൺ. 12x12 ഡയമെൻഷൻ വരുന്ന ഒരു മനോഹരമായ കിച്ചൺ തന്നെയാണ് നൽകിയിട്ടുള്ളത്. മോഡേൺ സ്റ്റൈൽ വരുന്ന സകല കാര്യങ്ങളും കിച്ചണിനകത്ത് ചെയ്തിട്ടുണ്ട്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. കിച്ചണിനകത്ത് യൂസ് ചെയ്തിരിക്കുന്ന സകല കബോർഡ്സും ചെയ്തിരിക്കുന്നത് തേക്കുഡിൽ തന്നെയാണ്. ഫ്രിഡ്ജ് വയ്ക്കാനുള്ള സെപ്പറേറ്റ് സ്പേസ് തന്നെ കിച്ചണിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ചിമ്മിനി സെറ്റ് ചെയ്യാനുള്ള ഒരു സ്പേസും നൽകിയിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കിച്ചൺ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 14x14 ഡയമെൻഷൻ വരുന്ന നല്ല വിശാലമേറിയ ഒരു റൂം തന്നെയാണ് നൽകിയിട്ടുള്ളത്. വുഡൻ പാറ്റേൺ വരുന്ന മാറ്റ് ഫിനിഷിംഗ് ടൈൽസ് തന്നെയാണ് റൂമിൽ സെറ്റ് ചെയ്തിരിക്കുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. വാൾ റൂഫ്സ് ഒക്കെ നൽകിയിട്ടുണ്ട്. തേക്കുഡിൽ തന്നെയാണ് പണിയെടുപ്പിച്ചിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗോറിന്റെ ക്വാളിറ്റി പ്രോഡക്ട്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. വീടിന്റെ ഗ്രൗണ്ട് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 14x12 റൂമിന്റെ ഡയമെൻഷൻ. വുഡൻ പാറ്റേൺ ടൈൽസ് തന്നെയാണ് ഈ റൂമിലും നൽകിയിട്ടുള്ളത്. ഇവിടെ പണിതിരിക്കുന്ന കബോർഡ് മുഴുവനും തേക്കുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗോറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയർ മുഴുവനും സെൻസർ ലൈറ്റ്സ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ടാണ് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് സ്റ്റെയറിൽ വന്നിരിക്കുന്ന സെൻസർ ലൈറ്റ്സ്. അത് നല്ലൊരു അട്രാക്റ്റീവ് ആയിട്ടൊരു സംഭവം തന്നെയാണ്. ആരെങ്കിലും അടുത്ത് വരുന്ന സമയത്ത് മാത്രം തന്നെയാണ് സെൻസർ ലൈറ്റ്സിലെ ലൈറ്റ്സ് എല്ലാം ഓൺ ആവുന്നത്. സ്റ്റെയർ മുഴുവനും തേക്കുഡിലാണ് പണിതിരിക്കുന്നത്. ഹാൻഡിൽസ് ആയാലും അതുപോലെ തന്നെ സ്റ്റെയറിന്റെ സ്റ്റെപ്പുകളായാലും ഫുൾ തേക്കാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന സ്റ്റെയറിന്റെ സൈഡിലായിട്ട് മുഴുവനും ആർട്ടിഫിഷ്യൽ ഗ്രാസും അതുപോലെ തന്നെ ഫുൾ തേക്കുഡ് പാനൽസ് ഒക്കെ യൂസ് ചെയ്തുകൊണ്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന ഫസ്റ്റ് ഫ്ലോറിലെ മെയിൻ ഹാൾ. 24x18 ഹാളിന്റെ ഡയമെൻഷൻ. ഹാളിൽ ഒരു TV യൂണിറ്റ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്.
ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഹാൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഒരു ഓഫീസ് ടേബിളും ഒരു കോർണറിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഫ്ലോറിൽ ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നതാണ് ആദ്യത്തെ ബെഡ്റൂം. 14x14 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വുഡൻ പാറ്റേൺ ടൈൽസ് തന്നെയാണ് റൂമിൽ നൽകിയിട്ടുള്ളത്. വുഡൻ പാനൽ വരുന്ന ഡിസൈൻ ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് ഫോൾ സീലിംഗ് വർക്ക് കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്ട്രിപ്പ് ലൈറ്റ് യൂസ് ചെയ്തുകൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. റൂമിൽ വാൾ റൂഫ്സ് പ്രസന്റ് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിംഗ് ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട്. ഒരു കോർണറിൽ ബുക്ക് ഷെൽഫും സെറ്റ് ചെയ്തുകൊണ്ട് തന്നെയാണ് റൂം കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗുറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് ഫസ്റ്റ് ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം. 14x14 ആണ് റൂമിന്റെ ഡയമെൻഷൻ. വുഡൻ പാറ്റേൺ ഫിനിഷ് വരുന്ന ഒരു ടൈൽസ് തന്നെയാണ് റൂമിൽ നൽകിയിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്ക് എല്ലാം ചെയ്തിട്ടുണ്ട്. വാൾ റൂഫ്സും നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗുറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂമിൽ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ അവസാനത്തെ ബെഡ്റൂം. 14x12 ആണ് റൂമിന്റെ ഡയമെൻഷൻ. മറ്റ് റൂമുകളിൽ കണ്ടതുപോലെ തന്നെ വുഡൻ പാറ്റേണിൽ വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഫോൾ സീലിംഗ് വർക്കും ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും സ്ട്രിപ്പ് ലൈറ്റും തന്നെയാണ് ഡെക്കറേഷൻ യൂസ് ചെയ്തിട്ടുള്ളത്. വാൾ റൂഫ്സ് നൽകിയിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ബെഡ്റൂം. ജാഗുറിന്റെ ക്വാളിറ്റി ഫിറ്റിംഗ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിംഗ്സ് ആയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. മെയിൻ ബാൽക്കണിയുടെ ഒരു എൻട്രൻസ് ഈ ബെഡ്റൂമിൽ നിന്നാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിന്റെ മെയിൻ ബാൽക്കണി. ഫുൾ തേക്കുടിൽ പണിയെടുപ്പിച്ച വാൾ പാനൽസും അതുപോലെ തന്നെ വുഡൻ ഹാൻഡിൽസ് ഒക്കെ തന്നെയാണ് നൽകിയിട്ടുള്ളത്. 12x25 ഡയമെൻഷൻ ആണ് ബാൽക്കണിക്ക് വരുന്നത്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ബാൽക്കണി കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നത്. സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ടാണ് ഡെക്കറേറ്റ് ചെയ്തിട്ടുള്ളത്. ബാൽക്കണിയിലും നമുക്ക് വുഡൻ പാറ്റേൺ ടൈൽസ് ആണ് അവൈലബിൾ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ കാണുന്ന മനോഹരമായ ഇന്റീരിയർ ഒക്കെ വരുന്ന അടിപൊളി കണ്ടംപററി ഡിസൈൻ വരുന്ന വീടിന്റെ ആസ്കിംഗ് പ്രൈസ് 1.30 CR ആണ്. അത് തികച്ചും നെഗോഷ്യബിൾ ആണ്. ഈ വീടിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കൺ കൂടെ എനേബിൾ ചെയ്യുക.